ഉണ്ട് കയ്യിൽ. അങ്ങനെയുള്ള വിളിയാണ് പൗലോസിന് കിട്ടിയത്. ആ പൗലോസിന് പറയാം, ഞാൻ സകലതും ചവറെന്നാണ്. ഡം എന്ന് പറഞ്ഞാൽ എനിക്കുള്ളതെല്ലാം ഞാൻ എൻ്റെ കയ്യിലെടുത്താൽ എനിക്ക് മണം വരും, ചെയ്യണം, കയ്യിലെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നോർത്ത് ഇന്ത്യയിലുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അത് പൗലോസിൻ്റെ വിളിയാണ്. അത് ശ്രേഷ്ഠ വിളിയാണ്. ആ വിളി കിട്ടിയാൽ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. പുലർത്തുന്ന ഒരു ദൈവമുണ്ട്, നടത്തുന്ന ഒരു ദൈവമുണ്ട്, പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്, അവരെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കുന്ന ഒരു ദൈവമുണ്ട്. ചിലരൊക്കെ അങ്ങനെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പൗലോസിൻ്റെ ജീവിതത്തിൽ പൗലോസിന് സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു, മാനങ്ങൾ നഷ്ടപ്പെട്ടു, കൂട്ടുകാർ നഷ്ടപ്പെട്ടു, വീട്ടുകാർ നഷ്ടപ്പെട്ടു, സകലത് നഷ്ടപ്പെട്ടു. ആരും കൂട്ടില്ലായിരുന്നു. എന്തിനു വേണ്ടി? സുവിശേഷത്തിന് വേണ്ടി നിന്നതുകൊണ്ട്. സ്തോത്രം. എത്രയോ പേരുകൾ വേണമെങ്കിൽ എഴുതി ചേർക്കാം, എത്ര സഭ സ്ഥാപിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, എത്ര ലേഖനങ്ങൾ എഴുതിയെന്ന് വേണമെങ്കിൽ പറയാം, എത്ര എഴുത്തുകൾ എഴുതിയെന്ന് പറയാം, എത്ര വെളിപ്പാടുകൾ കിട്ടിയെന്നുള്ളത് പറയാം. മറ്റാരും പറയുന്നതിൽ കൂടുതൽ അന്യഭാഷ പറയുന്നു എന്നെല്ലായിടത്തും പ്രസംഗിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. 14 സംവത്സരങ്ങൾക്ക് മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട എത്ര കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ 14 വർഷം ഇതൊന്നും എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. സ്തോത്രം. എന്താണെന്നറിയാമോ? ഒരു സെലിബ്രിറ്റി ആകാൻ ആഗ്രഹിച്ചില്ല, ഒരു സെർവൻ്റ് ഓഫ് ഗോഡ് ആകാനായിട്ടാണ്. ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും ദൈവത്തിൻ്റെ ദാസനായിരുന്നു. ഇന്ന് ഏതൊക്കെ വിധത്തിൽ പ്രശസ്തനാകാമെന്ന് ചോദിച്ച് യൂട്യൂബ് കൈയടക്കുന്ന സുവിശേഷകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ പൗലോസ് ഇതിനൊന്നും പോയില്ല. എന്തുകൊണ്ടാണ് യൂട്യൂബിൽ നിറയുന്നവരെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് തീർക്കാൻ പറ്റത്തില്ല? ഇടയ്ക്ക് വെച്ച് അവർ തീരും കത്തി. ഈ ശുശ്രൂഷ മറഞ്ഞിരുന്ന് ചെയ്യേണ്ട ശുശ്രൂഷയാണ്. ക്രൂശിന് മറഞ്ഞിരുന്ന് ചെയ്യേണ്ട ശുശ്രൂഷയാണ്. പറയൂല്ലോ, ഞാനോ കുറയണം അവനോ വളരണമെന്ന്. കണ്ടാ അറിയാം, യൂട്യൂബ് കണ്ടാ അറിയാം. അവനോ കുറയണം, ഞാനോ എന്നെക്കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ അറിയാൻ വിവരം. ഈ മെൻറ്റാലിറ്റിയൊക്കെ എന്ന് മാറും. സുവിശേഷത്തിൻ്റെ തടസ്സം ഇതുപോലെയുള്ള നിങ്ങളാണ്. പ്രൈസ് ഗോഡ്. അതിന്ന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് സുദ്രം TPM-കാരെയാണ്. കൺവെൻഷൻ ആരാ പ്രസംഗിക്കുന്നത്? ദൈവത്തിൻ്റെ ദാസനാ പ്രസംഗിക്കുന്നത്. നമ്മൾ നോക്കുന്ന ആരാന്നറിയോ? ആരാ പ്രസംഗിക്കാൻ വരുന്നതെന്ന് നോക്കിയിട്ടാണ് നമ്മൾ അധപ്പതിച്ചു പോയി. പ്രൈസ് ഗോഡ്. ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, ആരെ പ്രസംഗിക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം.